ഗൈസ്, ഇതാണ് ശെന്തുരുണി ഈക്കോ ടൂറിസം. ശെന്തുരുണി വൈൽഡ് ലൈഫിൽ സ്റ്റേ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഓഫീസ്. തെന്മല ഡാമിൻ്റെ അടുത്താണ് ഇവരുടെ ഓഫീസുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. പരിപാടി തുടങ്ങുന്നത് 1 മണിക്കാണ്. ഫുഡ് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് അവരവരുടെ ജീപ്പിൽ നമ്മളെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും. ബാക്കി പരിപാടിയൊക്കെ അവിടെ വന്നിട്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നൈറ്റ് ഫുഡും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വരുന്ന ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതാണ് നല്ലത്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വരുന്നത് നല്ലത്, കാരണം 1 മണിക്കാണ് തുടങ്ങുക. ഓക്കെ, ഒരു ദിവസത്തെ പാക്കേജ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 3 നേരത്തെ ഫുഡ്, പിന്നെ ഒരു ദിവസത്തെ താമസം, പിന്നെ ചെറിയ തോതിലെ ട്രക്കിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ജീപ്പ് സഫാരി തുടങ്ങി, യാത്ര തുടങ്ങുന്നു. റോക്ക്വുഡിലേക്കാണ് പോകുന്നത്. അത് ശെന്തുരുണി തെന്മല ഡാമിൽ നിന്നും 1.5 മണിക്കൂർ യാത്രയുണ്ട് ഈ റോക്ക്വുഡിലേക്ക്. ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട് ബിനുസാറ് ഒക്കെ വന്ന് ഇന്ന് എൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. ഞാൻ റോക്കൗട്ടിലൊരു പാക്കേജ് ഞാൻ എല്ലാം മേടിച്ചിട്ട് വരാം. അപ്പോൾ നാളെ കാണാം. ബിനിൽ സാർ നാളെ എല്ലാം പരിപാടിയല്ലേ. പാറയൊക്കെ എങ്ങനെയത് നമ്മൾ എത്താറായി. 10 നിമിഷത്തെ ഓട്ടേ ഉള്ളൂ. ഈ ഒരു വെള്ളം മാത്രം ഉണങ്ങിയിട്ടില്ല, ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നുണ്ട്.
കൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടെ നമുക്കൊരു ഗൈഡും പിന്നെ 2 ആളും വരും. അപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഒരാളേ ഉള്ളൂ. ഇവിടെല്ലാം തന്നെ അത് കറക്റ്റ് ഒറ്റക്കാടിൻ്റെ നടുവിലായിട്ടാണ് ഇതുള്ളത്. നല്ല സൈലൻസ് ഉണ്ട്. ഇവിടെ അത് വെച്ചത്ത് സംസാരിക്കാൻ പാടില്ല, അതാണിങ്ങനെ. അപ്പം നമുക്ക് മറ്റു കാഴ്ചയിലേക്ക് പോകും. ഇതിപ്പോൾ കൂടിയുള്ള ആളുകൾ അപ്പുറം മാത്രമേ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പാടുള്ളൂ. അതിൻ്റെ നിയമങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ട. 3-ാമത്തത് പീസ്, സൈലൻറ്റ്, ഡിസിപ്ലിൻ. ഒരു ഒറ്റക്ക് പുറത്ത് പോകാൻ പാടില്ല. അവരുടെ കൂടെ മാത്രമേ നമുക്ക് എവിടെയും പോകാൻ പറ്റൂ. അതൊരു ഇതാണ്. ആനിമൽസിനെ ഒന്നും ഉപദ്രവിക്കരുത്. അങ്ങനെ ട്രക്കിങ്ങൊക്കെ അനുവദിക്കും, അതിൻ്റെ ഒപ്പം പോവാം. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ റോക്ക് വുഡ് എന്ന പേര് വരാൻ കാരണം ഇതിനകത്ത് അടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റബ്ബറും അങ്ങനെ കാര്യങ്ങളാണ്, ടീ അല്ല. ആ എസ്റ്റേറ്റ് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അവരുടെ ഒരു മദാമയൊക്കെ താമസിച്ചിരുന്നു. അവരുടെയൊക്കെ പേരായിരുന്നു ഈ റോക്ക് വുഡ്. അതുകൊണ്ടാണ് ഈ ഫോറസ്റ്റിന്, ഈ ഏരിയയിലേക്ക് ആ പേര് ഇവരിട്ടത്. ശരിക്കും ഇത് ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വൈകിട്ട് ഫോറസ്റ്റ് ഒഫീഷ്യൽസിൻ്റെ അപ്പുറം പോകും. അപ്പോൾ ആദ്യം നമുക്ക് റൂമൊക്കെ കാണിക്കാം. റൂം റെഡി ആയിട്ടില്ല. തൽക്കാലം എൻ്റെ കൊച്ചു കാഴ്ചകളൊക്കെ കാണാം. ഇതുണ്ട്, ഇതെന്താ സംഭവം? ചോന്ന് പൂമാതിരി അടിപൊളി, നല്ല സ്മെല്ലും ഉണ്ട്. ഇനി റൂം കാണാം. ഇതാണ് റൂം. താഴെ കിച്ചണ്, നേരെ കണ്ട് ഡൈനിങ് ഹാള്. ഇതാണ് കൊള്ളാം, നല്ല സ്പേസ് ഉണ്ട്. ഫോറസ്റ്റിനിടയിൽ ഇങ്ങനത്തെ ഒരു സൗകര്യമുള്ളൊരു വളരെ അപൂർവമാണ്. അറ്റാച്ച്ഡ് ഇതുണ്ട്. ഇവിടെ നമുക്ക് വ്യൂ കാണാം, എന്തൊക്കെ മൃഗങ്ങൾ പോകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. ചാൻസ് കുറവാണ്, ഈ മനുഷ്യരുള്ള സ്ഥലത്തൊന്നും വരത്തില്ല. ഇവിടെ നല്ല ബെഡ്ഷീറ്റും ശെന്തുരുണി. നല്ല കാറ്റ്.